السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. ما بعد، اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാളുടെ വിവരം എത്തുകയുണ്ടായി. അയാളുടെ വീട് പള്ളിയിൽ നിന്നും ഏറ്റവും അകലെയായി. അയാൾക്ക് ഒരു നമസ്കാരം പോലും നഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അയാളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്കൊരു കഴുതയെ വാങ്ങാമായിരുന്നല്ലോ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഇരുട്ടിലും അതുപോലെ ഈ ചൂടിലുമെല്ലാം അതൊരു ആശ്രയമാകുമായിരുന്നു. ഇത്ര അകലെ നിന്നും നടന്നു വരുന്നതിനേക്കാൾ ആ കഴുതപ്പുറത്തേറി നിങ്ങൾക്ക് നിസ്കരിക്കാനായി വരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ കൊടുത്ത മറുപടി, എന്റെ വീട് പള്ളിയോടടുത്താകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്റെ പള്ളിയിലേക്കുള്ള നടത്തവും തിരിച്ചുള്ള നടത്തവും എഴുതപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുന്നതും അവിടെ നിന്ന് ഞാൻ പള്ളിയിലേക്ക് നടക്കുന്നതുമായിട്ടുള്ള നടത്തം അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് എന്ന്. ഇത്ര അകലെ നിന്ന് വന്നിട്ട് മറ്റാരും എത്തിപ്പെടാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റാരുടെയും വീട് അത്ര അകലത്തിലായിരുന്നില്ല. അത്രയും അകലത്തിലായിരുന്ന ആ മനുഷ്യൻ പള്ളിയിലേക്ക് ഒരു വക്ത് പോലും നഷ്ടപ്പെടാതെ എത്തി. അങ്ങനെ എത്തിയതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇതാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മുഴുവനും അല്ലാഹു നിനക്ക് നൽകട്ടെ. അതായത് അയാൾ ആഗ്രഹിച്ചത് മുഴുവനും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള നടത്തവും തിരിച്ച് പള്ളിയിൽ നിന്ന് വീട്ടിലേക്കുള്ള നടത്തവും, ഇത് രണ്ടും നിനക്ക് അല്ലാഹു രേഖപ്പെടുത്തട്ടെ. മറ്റൊരു ഹദീസ് റിവായത്തിൽ കാണാം, നീ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും നിനക്കുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം, പള്ളിയിലേക്ക് വരുന്നത് മാത്രമല്ല, പള്ളിയിലേക്കുള്ള കാലടികൾ അധികരിപ്പിക്കുന്നത് മാത്രമല്ല, തിരിച്ച് പോകുന്നത് പോലും നമുക്ക് രേഖപ്പെടുത്തപ്പെടും എന്നുള്ള ഉലമാക്കൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരണം നൽകുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ അത്രയും പ്രതിഫലം, ഓരോ അടിക്കും ഒരു ദറജ ഉയർത്തുകയും മറ്റേ കാലടിക്ക് നമ്മളുടെ ഒരു പാപം പൊറുക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ വീട്ടിൽ നിന്ന് ഓടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരികയാണെങ്കിൽ ആ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും അടക്കം നമുക്ക് രേഖപ്പെടുത്തപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലെ ഭാഗമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.